ഹലോ ഹായ് മക്കളെ. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ഏതാ? ജലം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പോർഷനെ പറ്റി പറയാനാണ് സാറ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താടാ ഈ മക്കളും ശ്രദ്ധിച്ചേ, എന്താ ഈ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മുടെ ലായനി. എന്താ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഉപ്പ് ലായനി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാണും. എന്താ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ശരിക്കും പറഞ്ഞാൽ എന്താണ്? സൊല്യൂട്ട് പ്ലസ് സോൾവെൻ്റ് ആണ് ശരിക്കും എന്ത് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താ ലീനവും ലായകവും കൂടി ചേർന്നതാണ് ലായനി. അപ്പോൾ എന്താ ചോദ്യം, കറക്റ്റായിട്ട് വരുന്ന ചോദ്യം എന്തായിരിക്കും? അപ്പോൾ ലീനം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ലായകം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലേ? അത് രണ്ടും ചേർന്നാലാണ് ലായനി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ലീനം എന്താ, ലായനി എന്താ, ലായകം എന്താ, അല്ലെങ്കിൽ സൊല്യൂട്ട് എന്താ, സോൾവെൻ്റ് എന്താ? അപ്പോൾ ആദ്യത്തെ സാധനം എന്താണ് ലീനം? അല്ലെങ്കിൽ ആദ്യത്തെ സാധനം എന്താ? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്താ? വാട്ട് ഈസ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? എന്താണോ ലയിച്ചു ചേരുന്നത്, ഇപ്പോൾ പഞ്ചസാര ലായനിയിൽ നമ്മൾ എന്താ പഞ്ചസാര ഇട്ടിട്ട് വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ ആരാ ലയിച്ചു ചേരുന്നത്? വെള്ളത്തിൽ പഞ്ചസാരയാണ്. അപ്പോൾ അവിടെ ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് ആരാ ശരിക്കും? പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ആണ് എന്ത് സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കുന്നു. ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ്, എന്താണ് ഡിസോൾവ് ആവുന്നത്, ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ ആളെ കഴിഞ്ഞു, ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് കഴിഞ്ഞു. അടുത്തതാണ് ലായകം. എന്താണ് ലായകം അല്ലെങ്കിൽ എന്താ? അതാണ് എന്ത്? സോൾവെന്റ്. എന്താണ് സോൾവെന്റ്? വാട്ട് ഈസ് സോൾവെന്റ്? അല്ലെങ്കിൽ എന്താണ് ലായകം? ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു, ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത്, എന്തിലേക്കാണോ ചേരുന്നത്, അതിനെയാണ് നമ്മൾ ആ വസ്തുവിനെ ലായകം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സോൾവെന്റ് എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ്, എവിടെയാണോ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സോൾവെന്റ് എന്ന് പറയുക. നേരത്തെ എന്ത് പഞ്ചസാരേൻ്റെ പറഞ്ഞു, പഞ്ചസാര എവിടെ ഇട്ടിട്ടാണ് നമ്മൾ പഞ്ചസാര എങ്ങോട്ടാണ് ലയിച്ചു ചേർന്നത്? സ്പൂണിട്ട് ഇളക്കിയപ്പോൾ എങ്ങോട്ടാ? വെള്ളത്തിലേക്കാണ് ലയിച്ചു ചേർന്നത്. അപ്പം ലയിച്ചു ചേരുന്ന സാധനം എന്താണ്? ലയിച്ചു ചേരുന്നത് സോൾവെന്റ് എന്താണ്? സൊല്യൂട്ട് എന്താണ്? ലീനം. അപ്പം എന്താ ലായകം എന്താ? സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണോ ലയിച്ചു ചേരുന്നത്. അപ്പോൾ ഇവിടെ വെള്ളമാണ് എന്ത് സോൾവെന്റ് അല്ലെങ്കിൽ ലായകം. ഓക്കെ ആണല്ലോ? അപ്പം ഇത് രണ്ടും ചേർന്നതാണ് എന്ത്? ലായനി. അപ്പം എന്താണ് ലായനി? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ? ലീനം പ്ലസ് ലായകമാണ് ലായനി, അല്ലെങ്കിൽ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? നോക്കടാ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ടേബിൾ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. പഞ്ചസാര ലായനിയാണ് ലായനി. അപ്പോൾ അവിടുത്തെ ലീനം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു പഞ്ചസാരയാണ് എന്ത് ചെയ്തത്? വെള്ളത്തിൽ ലായകത്തിൽ പഞ്ചസാര, ലായകത്തിൽ ലീനം അലിഞ്ഞു ചേർന്നു. ജലത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയപ്പോൾ എന്തായി? പഞ്ചസാര ലായനിയായി. അടുത്തത് സോഡ, ജലമാണ്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച് ചേർന്നപ്പോഴാണ് എന്തായത്? സോഡയായിട്ട് മാറിയത്. അടുത്തതാരാ? തുരിശ് ലായനിയിൽ ആരാ? ജലമാണ്. അവിടെയും ജലമാണെന്ത്? ലായകം. ഓക്കെ ആണല്ലോ? ജലമാണ് ലായകം. ജലത്തിലേക്ക് നമ്മൾ എന്ത് ലയിപ്പിച്ച് ചേർത്തു? ലീനമായിട്ടുള്ള തുരിശ് ലയിപ്പിച്ച് ചേർത്തപ്പോൾ എന്തായി? തുരിശ് ലായനിയായിട്ട് മാറി. അടുത്തതാരാ? നേർപ്പിച്ച വിനാഗിരി. അവിടെ എന്താ? വിനാഗിരി നേർപ്പിക്കാൻ ആദ്യം ലായകമായിട്ട് ഉപയോഗിച്ചത് ജലമാണ്. ജലത്തിലേക്ക് വിനാഗിരി ഇട്ടിട്ട് ഇളക്കിയപ്പോൾ എന്തായി? ലീനമാണ് ആരപ്പം? വിനാഗിരി. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ടേബിൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്ന് നോക്കിയാട്ടെ. എല്ലാ സ്ഥലത്തും ആരാ? ലായകം ജലമാണ്. ജലമല്ലാത്ത ലായകങ്ങളും ഉണ്ട്. പക്ഷെ എന്താ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നാല് ഭാഗത്തും ആരാ? ലായകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജലം മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ വാട്ടർ മാത്രമേ ഉള്ളൂ. ഷുഗർ സോൾവെന്റിലും സോഡയിലും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡൈല്യൂട്ട് വിനെഗറിലും അടക്കം ആരാണ്? വാട്ടർ ആണ് സോൾവെന്റ് ആയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതാ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ്. ആരാ യൂണിവേഴ്സൽ സോൾവെന്റ്? ആരാ നോക്കടാ? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെയൊക്കെ ലായകം ആരാ? വാട്ടറാണ് അല്ലെങ്കിൽ ജലമാണ്. അപ്പം എന്താ? ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു അല്ലേ? എന്തിനേയും ലയിപ്പിക്കാൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും പൊതുവെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. അതിനോട് എന്തിനു പറയുന്നു? യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്നാണ് വാട്ടറിനെ അല്ലെങ്കിൽ ജലത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്?
എന്താണ് ലീനമെന്ന് പറഞ്ഞു, എന്താണ് ലായകമെന്ന് പറഞ്ഞു, എന്താണ് ലായനി എന്ന് പറഞ്ഞു അല്ലേ. ലീനവും ലായകവും ചേർന്നിട്ടാണ് ലായനി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ അടുത്തത് എന്താണ്, സാർവിക ലായനം അല്ലെങ്കിൽ ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് ആര്, നമ്മുടെ വാട്ടർ. എന്താണ്, നിരവധി വസ്തുക്കളെ ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ജലത്തിനെ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ശരി, ബായ്.